ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു കറക്കത്തിന് വേണ്ടി ഇറങ്ങുവാണ്. ഞങ്ങളിന്ന് നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. അമ്മേനെയും പിള്ളേരെയൊക്കെ നമ്മൾ ഓട്ടോയിലാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കറക്കത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും സെറ്റല്ലേ? സെറ്റല്ലേ? നടന്നു വരുന്ന ആരാന്ന് മനസ്സിലായ? നടക്കാൻ തീരെയും പറ്റാതിരുന്ന ആളാണ്. ഇപ്പം എന്തായാലും ഇത്രയെങ്കിലും നടന്നു കിട്ടി. നീ എന്തിനീ സാരി ഇങ്ങനെ പിടിച്ചേക്കുന്ന? ഇതാണ് പുത്തമ്പള്ളി, തങ്കശ്ശേരി പുത്തമ്പള്ളി, വലിയ പള്ളി, പപ്പാടെ കുടുംബ പള്ളി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ കൊല്ലത്തെത്തി. നമ്മുടെ അമ്മാമേനെ ഇവിടെ എവിടെയാണ് അടക്കിയത്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ട് കുറേ നാളായി. ഞങ്ങളാരും ഇല്ലായിരുന്നല്ലോ. അന്നിങ്ങനൊന്നും ആയിട്ടില്ല. ബാ, അമ്മയുടെ കൈ പിടിച്ച് വരുവാണോ പൊന്ന്? എടീ കുഴിമടത്തി ചവിട്ടാതെ മാറിക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളിയിലെത്തി. പ്രാർത്ഥിച്ചിട്ട് അമ്മാമ്മയുടെ കുഴിമാടത്തിൽ വന്ന് അമ്മാമ്മയെ കണ്ടു. ഇനി ഞങ്ങൾ നേരെ പള്ളിക്കകത്തോട്ട് കയറാൻ പോവാം. പള്ളിയിൽ കയറി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കിനി പള്ളിയിലോട്ടൊന്ന് കയറാവേ. ഇതാണ് ഗബ്രൂസാണ് വരുന്നത്. അയ്യോ, നനഞ്ഞ് കുത്തുന്ന ഗബ്രൂസ്. ഇവിടെ വെച്ചാണ് എൻ്റെ അപ്പാടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചാൽ. പിന്നെ അതുപോലെ ഞങ്ങളുടെ കല്യാണം നടത്തേണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. അവർ കയറിയില്ലേ? ഇതാണ് ഞങ്ങളുടെ കുടുംബ പള്ളി. അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനി പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോവാം. ഇവിടെ ഗബ്രുവിൻ്റെ ചെരുപ്പ് ഇട്ട് കൊടുക്കുക, ഡോറയും അമ്മയും കൂടെ. സോറി, ആര്യ സോറി, ആര്യ അമ്മയും കൂടെ. സോറി, എപ്പോഴും ഡോറെന്ന് വിളിച്ച് അങ്ങനെ അങ്ങ് ശീലമായി. അതെ, ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണമാണ് നിങ്ങളൊക്കെ ഈ കാണുന്നത്. നമ്മളെപ്പോലെ നടക്കാൻ പറ്റുന്നില്ലെങ്കിലും നടക്കാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാ? ഇപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിച്ചായ ഇവിടെ അങ്ങനെ തിരക്കും വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, ആരും ഇല്ല, നമ്മുടെ പിള്ളേർ മാത്രമേ കുറവ്. അപ്പം നിങ്ങൾ ഇറങ്ങി. ഇനി അടുത്തെങ്ങോട്ട് വെച്ചായ ബീച്ചിലോട്ട് പോവാ. ബീച്ചിൽ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ബീച്ചിലൊന്ന് പോകണമെന്ന്. കുറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. അപ്പം അമ്മ പറഞ്ഞ് ബീച്ചിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിൽ പോവാം. അവർ ഓട്ടോയ്ക്കകത്തുണ്ട്, ഞങ്ങളെല്ലാവരും ആണെങ്കിൽ ഞാനും ലുട്ടാപ്പിയൊക്കെ ബൈക്കിൽ പോവാം. അവരുണ്ട്. അപ്പം നമ്മൾ അമ്മയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം കാണാവേ. നമ്മളിതാ അപ്പം കൊല്ലം ബീച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്മയ്ക്ക് പിള്ളേർക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇവിടെ ആര്യയും മയവി ഉണ്ട്. ലുട്ടാപ്പി ബിനോയ് ഇതാ ഇവിടെ അടുത്തുണ്ട്. ലുട്ടാപ്പി ബിനോയ് അടുത്തുണ്ട്. ലുട്ടാപ്പി ബിനോയ്, ലുട്ടാപ്പി മയവി. കണ്ട ഗസ്, ഞാൻ ആദ്യമായിട്ടാട്ടോ കൊല്ലം ബീച്ച് വരുന്നത്. അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, കള്ളം പറയുന്നു, പണ്ട് കല്യാണം കഴിച്ച് വന്നടിക്ക് പറയും കൊല്ലം ബീച്ച് കൊണ്ട് കാണിക്കണം ഇവിടെ എന്ന്. പക്ഷേ ഇപ്പോഴാണ് ഗസ് നമ്മുടെ നാലാമത്തെ വിവാഹ വാർഷികത്തിന് വേണ്ടി വന്നു നമ്മളിവിടെ എത്തും. അല്ലിച്ചായ താണ്ട നമ്മുടെ വെള്ളവണ്ടി വരുന്നുണ്ട്. താണ്ട അപ്പം നമ്മുടെ മക്കളും അമ്മ എത്തി കേട്ടോ. ഇവർ വരാൻ വേണ്ടി ഇവരാ വണ്ടിക്കാട്ടോ വന്നത്. നമ്മുടെ സ്വന്തം ഷാജഹാനിക്കാട് ഓട്ടോയ്ക്കാണ്. നമ്മളെല്ലാവരും കൂടെ ഒക്കെ പോകുമ്പോൾ ഇക്കാട് ഓട്ടോയെ വിളിക്കാറ്. ഗബ്രു പല സൈസിലുള്ള സാധനങ്ങൾ കാണും. ഏത് വേണം? അമ്മ നമ്മൾ കൊല്ലം ബീച്ചിലെത്തി. കണ്ടോ
മാങ്ങ കൊതിച്ചി, പൈനാപ്പിൾ കൊതിച്ചി ഞാൻ കണ്ടേ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. തെര ഇവിടെ വരെ വന്ന് എന്താ അടിച്ചു കയറി കണ്ട. ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഭയങ്കര ആഴമുണ്ടല്ലേ, അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. തെര വരുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ മറ്റേ അഴീക്കൽ ബീച്ചിലൊക്കെ കുറച്ചുകൂടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതാ ക്രിസ്റ്റീൻ എന്തുവാടി കഴിക്കുന്നത്? ഒളിച്ചിരുന്ന് വാങ്ങാൻ കഴിക്കുമല്ലേ കൊച്ചു കള്ളി. എപ്പോഴെന്നെ കഴിക്കുന്നേ? ഇച്ചായൻ പൈനാപ്പിൾ ഫുള്ള് അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നു. ഇച്ചായ എനിക്ക് ഇച്ചായന് പൈനാപ്പിൾ തികഞ്ഞില്ല അമ്മയ്ക്ക്, അപ്പോൾ അതാ അച്ചായൻ മേടിച്ചോണ്ട് വന്നു. കഴിക്കാം. അവനെന്ത് ചെയ്യും മായാവി? ഗബ്രു എന്തോ കഴിക്കുക? പൈനാപ്പിൾ കഴിക്കുവാണോ? കപ്പലണ്ടി വേണ്ടേ മുന്നിനെ? അതെടുക്കാൻ വന്നപ്പോഴാണ് ആളിത് കണ്ടത്. എന്നോട് ഓ ആ കടല്. പക്ഷേ മൈക്ക് എടുക്കണ്ടായിരുന്നു, മൈക്ക് എടുക്കാൻ പറ്റിയില്ല. കൊല്ലം ബീച്ചിൽ വന്നിട്ട് വീട്ടിലേക്ക് പോകാം. ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ പറ്റിയില്ല, കാരണം വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണി ഇനി കിടപ്പുണ്ട്. വേറെ സ്ഥലത്തൂടെ പോകാനുമുണ്ട്. അങ്ങനെ നമ്മളിതാണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് കയറിയേക്കുവാണ്. വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞു. മന്തിക്കടയിൽ ഇച്ചാനൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇച്ചാൻ്റെ പിള്ളേരെയും അവർ വണ്ടിയുടെ മുന്നിൽ അങ്ങോട്ട് പോയേ, അതുകൊണ്ട് നമ്മൾ തിരിച്ച് വരുത്തിയതാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് എല്ലാവർക്കും വയറ് വിഷമം. ഒരുത്തന്നെ വിളിച്ചിരിക്കുന്ന നോക്കിയാൽ തീറ്റപ്പുണ്ട്. ഷാജിയൊക്കെ ചായ കുടിക്കാൻ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ പ്രിൻസി വിഷന്ന് കുരുങ്ങി കുഴഞ്ഞ്. അതല്ല, അവർക്ക് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഗബ്രു താഴെ ഇറങ്ങി, താഴെ ഇറങ്ങി. ലുട്ടാപ്പി മോനെ, ചക്കര ചക്കര അമ്മയുടെ മുഖത്തല്ല ഒന്നും ഇരിക്കുന്നത്. അതെന്താടി പെട്ടെന്ന് കിട്ടി. അല്ല മറ്റുള്ളവരുടെ ഫസ്റ്റ് നൈറ്റ് അവൻ നോക്കാറുണ്ട്, സ്വന്തം ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല. അറിഞ്ഞു പോയിട്ട് പോവല്. ആത്ത് കൊള്ളായിരുന്നത് ആവശ്യമുള്ളത് കിട്ടി കിട്ടി. ആ കാണിച്ചാ ജാടക്കാരി. അപ്പോൾ കൂട്ടുകാർ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ടിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.